ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായിട്ടാണ് ഞാനിങ്ങനെ ലോങ് വ്ളോഗ് ചെയ്യാറില്ല. ഷോർട്സ് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അമ്മയ്ക്ക് വയ്യ, ഹോസ്പിറ്റല്, അങ്ങനെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ലോങ് വ്ളോഗ് എടുക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ലായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇന്നത്തെ ഒരു വീഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അമ്മയുടെ പിറന്നാളാണ്, ബർത്ത്ഡേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ അമ്മയ്ക്ക് സദ്യ ഒരുക്കി, ചെറുതായിട്ട് അമ്പലത്തിലൊക്കെ പോയി നല്ല രീതിക്ക്, വലിയ രീതിയല്ല, നോർമലി ഒരു രീതിയിൽ ആഘോഷിക്കണമെന്നുണ്ട്. സാധാരണ ഞാൻ ഇങ്ങനെയൊന്നും ആഘോഷിച്ചിട്ടില്ല. എനിക്കും ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറില്ല. ആകെ സ്റ്റോറി ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ ഇടും, അത്രയൊക്കെയാണ് എൻ്റെ ബർത്ത്ഡേ ആഘോഷം. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ അമ്മേടത് പൊന്നുമൊക്കെ ഉണ്ട്. അതിപ്പോൾ ഒരു നല്ല രീതിയിൽ ആഘോഷിക്കണം എന്നൊരു ആഗ്രഹം തോന്നി. എന്തായാലും രാവിലെ അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല. അമ്മ രാവിലെ എണീക്കുമ്പോൾ കുറച്ച് ലേറ്റാവും. ടാബ്ലറ്റും അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് കുറച്ച് ലേറ്റാവും. അപ്പോൾ രാവിലെ അമ്മയ്ക്ക് സദ്യയൊക്കെ കൊടുത്ത്, രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി, ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിച്ച് വൈകിട്ട് അമ്പലത്തിൽ പോകണമെന്നൊരാഗ്രഹത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ രാവിലെ അമ്മയെ വിളിച്ചുണർത്തണം, കുളിപ്പിക്കണം, പിന്നെ കാപ്പിയൊക്കെ കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പുതിയ വ്ളോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണ ഗൈസ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. രാവിലെ തന്നെ ഞങ്ങൾ കാപ്പി ഉണ്ടാക്കാൻ റെഡിയായി. പക്ഷേ സാമ്പാറിനുള്ള മലക്കറി ഉണ്ടല്ലോ, ഇന്നലെ 100 രൂപ കിറ്റ് മലക്കറി മേടിച്ച്, അത് തികഞ്ഞില്ല. പൊന്നുമാണ് ഇപ്പോൾ പറയുന്നത് ബാക്കി സാധനങ്ങളോടെ ഇനി മേടിച്ച് പറ്റുള്ളൂ. ഇനി എന്തൊക്കെ മേടിക്കാണ്ട്? ക്യാരറ്റ്, ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങ്, ഇതൊന്നും ഇപ്പോഴത്തെ 100 രൂപ കിറ്റിൽ ഇങ്ങനത്തെ സംഭവം ഒന്നുമില്ല. പണ്ട് കഴിഞ്ഞ ഓണത്തിന് ഞാൻ 100 രൂപ കിറ്റില് മലക്കറി മേടിച്ചു. അതിനകത്ത് ഒരു സദ്യക്കുള്ള മിക്ക എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഇത്തവണ വാങ്ങിയ മലക്കറിയിൽ ഒരു ഐറ്റംസ് ഇല്ല. ഞാൻ കാണിച്ചു തരാം. എന്താ കുറച്ച് ഇത്ര മലക്കറി മാത്രം. ബാക്കി 2-3 തക്കാളി ഉണ്ടായിരുന്നോ? 2 തക്കാളി ഉണ്ടായിരുന്നു. 2 തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ്, 2 ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു. അത്രേ ഉള്ളല്ലേ വെള്ളരിക്ക്. പിന്നെ മറ്റേ തടിയങ്ക പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അത് ആകെ ഉള്ളതെന്ന് വെച്ചാൽ അമരക്കയും വെണ്ടയ്ക്കയും ഇഷ്ടം പോലെ ഉണ്ട്. സാധനങ്ങളെ വിലയും ഈ പോകുന്ന കാര്യങ്ങളും കണ്ട ഇങ്ങനെ പോയാൽ എങ്ങനെയാവും എന്തോ. എന്തായാലും ഇനി എന്തൊക്കെ മേടിക്കണം അതൊക്കെ മേടിച്ചിട്ട് വരണ്ടേ. കുക്കർ ഒടിഞ്ഞു. അയ്യോ, അതെങ്ങനെ? കുക്കറിന്റെ വിസിലേപ്പിക്കണ സാധനം ഒടിഞ്ഞു. അതെങ്ങനെ പോയത്? എന്തോ എല്ലാത്തിനും ക്വാളിറ്റി ഇല്ല കേട്ടോ. അതാ ഇനിയിപ്പം മറ്റേ പഴയ രീതി ചട്ടുവം വെച്ച സൈഡില്. അപ്പൊ ഗൈസ്, ഇനി കുറച്ച് സാധനം വാങ്ങാനുണ്ട് മലക്കറിക്കുള്ള. അപ്പൊ ഞാൻ അതും വാങ്ങണം. അത് വാങ്ങുമ്പോഴേ ബാക്കിയുള്ള കാര്യങ്ങൾ ആവുള്ളൂ അല്ലേ. സാമ്പാർ കംപ്ലീറ്റ് ആവത്തുള്ളൂ. സാമ്പാറായ ഇപ്പൊ എന്തിനാണ് ഇപ്പൊ മലക്കറി വേണ്ടത്? അവിയലിനും കിച്ചടിക്കും ആണ്. അവിയലിനൊന്നുമില്ല. അവിയലിന് ആകെ ഉള്ളതെന്ന് വെച്ചാൽ വഴുതനങ്ങ, കത്തിരിക്ക അത്രേ ഉള്ളൂ. അറൊന്നുമില്ല. കത്തിരിക്ക മാത്രമേ ഉള്ള? കത്തിരിക്ക ഉണ്ട്, ഒരു തടിയും കായുണ്ട്. 2 വെള്ളരിക്ക കിടപ്പുണ്ട്. ഇത്രയൊക്കെ ഉള്ളു. ഇനിയിപ്പോ ഞാൻ പോയി മേടിച്ചിട്ട് വരാം. മേടിച്ചിട്ട് വന്നിട്ട് വേണം ഇനി അമ്മയെ ഉണർത്താൻ. അമ്മ ഉറങ്ങണേ പാവം. അമ്മ ഉറങ്ങി കിടക്കുകയാണ്. ഇനി അമ്മയെ ഉണർത്തി കുളിപ്പിച്ച് റെഡിയാക്കണം. അച്ഛൻ്റെ രാവിലത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തേങ്ങ തിരിയുക അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് അച്ഛനെ കാണാൻ പറ്റുന്നോന്നറിയില്ല. അച്ഛൻ അവിടെ എടുത്ത് തേങ്ങ ഇരുന്നുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും ഞാൻ നേരെ പോയി കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരട്ടെ. അപ്പൊ രാവിലെ നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത്ഡേ ഗേളിനെ ഞാൻ ഇപ്പോൾ ഉണർത്തി ഇരുത്തിയിട്ടുണ്ട്. ആളുടെ അടുത്ത് കാര്യം പറയണം. സത്യം പറഞ്ഞ അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ എന്നാണെന്ന്. അപ്പോൾ എന്തായാലും ഞാൻ സാധനങ്ങൾ, പൊന്നു പറഞ്ഞ ലിസ്റ്റിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് നേരെ ഇനി അമ്മയെ ഉണർത്തി റെഡിയാക്കി ഇനി കാര്യം പറയാൻ വേണ്ടി പോവുകയാണ്. അതിന് കുളിപ്പിച്ച് ആഹാരം കൊടുക്കണം. കുളിക്കണ്ടേ? രാവിലെ കുളിച്ചിട്ട് കാപ്പി കുടിക്കണം. കാര്യം എന്താണെന്ന് അറിയാമോ? അല്ല, അമ്മ പറയണേ കുത്തിവെക്കാനല്ലേ. ഹാപ്പി ബർത്ത്ഡേ പെണ്ണേ, ഹാപ്പി ബർത്ത്ഡേ പെണ്ണേ. അമ്മേന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഇന്ന് കുളിച്ച് റെഡിയായി വൈകിട്ട് അമ്പലത്തിൽ പോണേ. രാവിലെ അമ്പലത്തിൽ പോകാൻ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ എണീക്കൂല, നടക്കൂല. എന്തായാലും നമുക്ക് അമ്പലത്തിൽ കൊണ്ടുപോകണം. അമ്മ എങ്ങനെ ഈ ബർത്ത്ഡേ ആയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയിരിക്കാനേ പറ്റൂല. അപ്പൊ നമുക്ക് വൈകിട്ട് പോകാനാണ് പൊന്നുവിന്റെ പ്ലാൻ. അതായിട്ട് നമ്മൾ സെറ്റാക്കി. ഇപ്പൊ അമ്മയും കൂടെ സെറ്റായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ബർത്ത്ഡേ ഗേളിന് ഉമ്മ ഇനി കുളിക്കാൻ പോവേ. രാവിലെ കുളിച്ച് റെഡിയായി അമ്മക്ക് കാപ്പിയൊക്കെ കുടിച്ച് ഉച്ചയാകുമ്പോൾ സദ്യയൊക്കെ കഴിച്ച്
സദ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, ഒരു ചോറും ഒരു മീനേ ഉള്ളു. വാ, അത് മതിയാ. അപ്പൊ നമുക്ക് നേരെ പോയി കുളിക്കാനായിട്ട് പോവാം. ഗയ്സ്, ഞങ്ങളെ കുളിച്ചിട്ട് വരാം കേട്ടാ. ഞാനും അമ്മയും കൂടെ പോയി ചെറിയൊരു കുളിയൊക്കെ കുളിച്ച് നേരെ വരുന്നതായിരിക്കും. അപ്പൊ പോയിട്ട് വരാം. നമ്മളെ കുളിച്ച് റെഡിയായേ ഇല്ലേ? പറഞ്ഞുകൊട്, നമ്മളെ കുളിച്ച് റെഡിയായി. അമ്മക്ക് ഓർമ്മയുടെ കുറെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് എല്ലാരും ചോദിക്കും അമ്മയെ വീഡിയോയിൽ കാണിക്കണില്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. സംഭവം അമ്മയ്ക്ക് ഓർമ്മ നല്ല പ്രശ്നമുണ്ട് ഓർമ്മയ്ക്ക്. അപ്പൊ അതുകൊണ്ടാണ് വീഡിയോയിൽ അമ്മ വരാത്തത്. ഇന്നിപ്പോ അമ്മയുടെ ബർത്ത്ഡേ അല്ലേ? എന്താണ് ജന്മദിനം? കുട്ടിക്ക് ജന്മദിനം. സന്തോഷം. ഇനി അമ്മയെ അടുത്ത നമ്മളെ ജോലി എന്ന് വെച്ചാൽ കുളിപ്പിച്ചാണ്ട് പുതിയ കുപ്പായമാണ്, പുതിയ നൈറ്റിയൊക്കെ വാങ്ങി നമ്മൾ നൈറ്റി, പുതിയ ബർത്ത്ഡേ കഴിഞ്ഞ് നൈറ്റിയൊക്കെ ഇട്ട് കൊടുത്ത് ഇനി കുളിപ്പിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ആഹാരം കൊടുക്കണം. രാവിലെ കാപ്പി കൊടുക്കണം. നമ്മളപ്പോൾ നേരെ ഇനി കാപ്പി കുടിക്കാനായിട്ട് പോവുകയാണ് ഗൈസ്. നിങ്ങളും വന്നോളൂ. അമ്മയ്ക്ക് രാവിലെ കാപ്പിയൊക്കെ കൊടുത്ത് ഉച്ചയായപ്പോൾ ഏകദേശം ഓർമ്മയിൽ നല്ല പ്രശ്നമുണ്ട്. അമ്മ അങ്ങനെ ഇരിക്കുകയാണ്. ഇനി എന്ത് പറ്റി? ഒരു വിഷമം. ബർത്ത്ഡേ ആണ്, ജന്മനാളാണ്. എത്ര വയസ്സായെന്നറിയാമോ? എത്ര വയസ്സായി അറിഞ്ഞൂടെ? അമ്മയ്ക്കിന്ന് സാധാരണ വയസ്സ് പറഞ്ഞുകൊണ്ടെന്നൊക്കെയാണ് പറയണേ. എന്നാലും എന്തരാണ് சொல்லக்கூடாதா? ഹാപ്പി ബർത്ത്ഡേ சொல்லக்கூடாது. അമ്മയുടെ വയസ്സ് 56. 56 വയസ്സായി. അമ്മയ്ക്ക് അറിയാം 56 വയസ്സായിരുന്നു. അപ്പൊ ഇന്ന് ഇത്തവണത്തെ അമ്മയുടെ ബർത്ത്ഡേ. കഴിഞ്ഞ വർഷമൊന്നും ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഞാനൊക്കെ എൻ്റെ ബർത്ത്ഡേ ആകെ അറിയണേ അല്ലെങ്കിൽ വീട്ടിൽ ആഘോഷിച്ചിട്ടുള്ള അങ്ങനെ ഇല്ല. എൻ്റെ ഓർമ്മയിൽ എൻ്റെ ബർത്ത്ഡേ ഇതുവരെ വീട്ടിൽ ആഘോഷിച്ചിട്ടില്ല. അമ്മയ്ക്ക് അറിയാമായിരുന്നു എൻ്റെ ബർത്ത്ഡേ എന്നാണ്. എൻ്റെ ബർത്ത്ഡേ എന്നാണ്? എൻ്റെ ബർത്ത്ഡേ ഏപ്രിൽ 30, മെയ് 6. അപ്പൊ ഗേസ്, നമ്മുടെ ബർത്ത്ഡേ, എൻ്റെ ബർത്ത്ഡേ അങ്ങനെ ഇവിടെ അച്ഛൻ്റെ ബർത്ത്ഡേ ഒന്നും ഇതുവരെ അങ്ങനെ ആഘോഷിച്ചിട്ടില്ല. എൻ്റെ അറിവിൽ ബർത്ത്ഡേ എന്ന് പറഞ്ഞ ഒരു ചടങ്ങില്ല നമ്മുടെ വീട്ടിൽ. അപ്പൊ ഇത്തവണ ഈ ഒരു ബർത്ത്ഡേ നമുക്ക് അടിച്ചു പൊളിക്കണമെന്നാണ് കേട്ടാ. അമ്മയുടെ ബർത്ത്ഡേ നമുക്ക് അടിച്ചു പൊളിക്കണം. പാവം ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതിന് മുന്നേ കിടന്നുറങ്ങി, നല്ലപോലെ ഒന്ന് ഉറങ്ങി, രാവിലെ കാപ്പിയും കുടിച്ചുകൊണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുക്കളയിലോട്ട് പോവാം. അടുക്കളയിലോട്ടാണെങ്കിൽ ഇതാ പൊന്ന് ഓടല്. നമ്മൾ ഇനിയിപ്പം ഉച്ചയ്ക്കുള്ള സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പെടുത്തല്ലേ പൊന്നു? എന്തൊക്കെയാണ് ഈ ഓടുന്നതിനിടയിൽ ഒന്ന് പറയൂ. ഞങ്ങള് തോരൻ, പച്ചടി, അവിയല്, സാമ്പാർ. ഇത് തോരൻ, ഇത് കാബേജ് തോരൻ. ഫുള്ള് ഞാൻ അരിഞ്ഞ കൊടുത്തതേ ഉള്ളൂ. ഫുള്ള് പാചകം മൊത്തം പൊന്നുമാണ്. പായസം എല്ലാം കൂടി ചേർത്ത് നമ്മുടെ പറ്റുന്ന രീതിക്ക് ഒരു സദ്യ. തോര അവിടെ അല്ലടി വെക്കണ? എന്തൊക്കെ ഉണ്ട് കറി? ഇത്രേ ഉള്ളൂ. ഇനി അവിയല്, കിച്ചടി. ഓ ഒരുപാട് കറിയൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. കിച്ചടി തോരനാണ്, കുഴപ്പമില്ല. അറിവില്ലാത്ത പെണ്ണ് എന്തൊക്കെയോ ചെയ്തു കേസ്. ആദ്യം വെക്കേണ്ട എന്തിനാണെന്ന് അറിയാമോ? കിച്ചടി, പിന്നെ തോരൻ, പിന്നെ അവിയല്. അപ്പൊ നമുക്ക് എന്തായാലും ഞാനും പൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കഴിക്കാൻ നേരത്ത് കാണാം. അമ്മാ, ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് പിറന്നാളുകാരി കൊച്ചു പെണ്ണ് ചോറ് കഴിക്കാം. അങ്ങനെ നമ്മളെ കേസ് ചോറ് കഴിക്കാൻ പോവുകയാണ്. സദ്യ വിളമ്പിയ ഉടനെ കൊച്ചിന് ചോറ് കൊടുക്കണമെന്നാണ്. ബാ, ഇങ്ങോട്ട് അവിടെ ഇരിക്കില്ല, വീഴും. അകത്തോട്ട് കയറിയിട്ട് ഇരുന്നാ അകത്തോട്ട് കയറി, ഇങ്ങോട്ട് കയറ്. ഇല്ല കളയല്ലേ. അപ്പം പിറന്നാളുകാരിക്ക് ഹാപ്പി ബർത്ത്ഡേക്കാരിക്ക് ചോറ് റെഡിയാക്കി വെച്ച്. ബാ അച്ഛൻ വാ. അച്ഛനെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അച്ഛൻ വന്നിരി.
അച്ഛ ഇപ്പൊ പൂച്ച ചവിട്ടിന്ന് തോന്നണം. കൊള്ളാമോ അമ്മ? സദ്യ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അമ്മയ്ക്ക് കുറച്ച് മതി. ഉടപ്പിലൂടെ വീണ ഇങ്ങനെ ഞാൻ വാരിത്തരാം. അമ്മയ്ക്ക് അങ്ങനെ കഴിക്കണ കേസ് കുറച്ച് പാടാണ്. അമ്മയ്ക്ക് കൊടുത്തപ്പോ എനിക്ക് കൊതി വരണത് കണ്ടപ്പോഴേ. ഞാൻ കഴിക്കാം. പായസം വേണോ? ബട്ടൺസ് പിടിക്കണ്ട. കൈ ഇവിടെ കൈ മാറ്റി. ബടാ അച്ഛന് പിന്നെ അങ്ങനെ സൈലന്റ് ആണ്. ചോറ് കിട്ടിക്കഴിഞ്ഞാൽ സൈലന്റ് ആണ്. ചോറില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അല്ല, ചോറില്ലെങ്കിൽ ബഹളവും, ചോറ് കിട്ടിക്കഴിഞ്ഞാൽ സൈലന്റുമാണ്. അത് ഇളക്കല്ല, അത് ബട്ടൺസ് ആണ്. വലിച്ചിളക്കരുത്. അടുത്ത ഞാനും പൊന്നും കൂടെ ഇനി കഴിക്കണം കേസ്. അപ്പം ഞാൻ അമ്മയ്ക്ക് ചോറ് കൊടുത്തിട്ട് ഞങ്ങൾ കഴിക്കാൻ നേരത്ത് കാണാം. 2-3 കറിയും കൂടെ വെക്കായിരുന്നു. പക്ഷെ എനിക്ക് ഇത്ര കറിയല്ലാതെ ഇതിൽ കൂടുതൽ എന്തൊരു കറി വെക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൽ നമ്മൾ വേണ്ടത് കിച്ചടി ഉണ്ട്. അല്ല, ഇതിൽ ഇന്നിപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, അല്ലാതെ സലാഡ് വയ്ക്കാം. സലാഡ് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ കയറും. അടിപൊളിയാണ് ഗൈസ്. അമ്മയ്ക്ക് അച്ഛന് ആഹാരം കൊടുത്ത് അടുത്ത ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുക്കളയിൽ മേഞ്ഞു നടക്കുന്ന ഞങ്ങളുടെ ആഹാര ഭക്ഷണം. അല്ല, ഞാനിന്ന് മൊത്തം ചെയ്തായിരുന്നു. എല്ലാം കട്ട് ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടാണ് പോയത്. ഫുള്ള് കള്ളപ്പണിയായിരുന്നു. ഇല്ല, എപ്പോഴും ഞാനാണ് സഹായി ആയിട്ട് നിൽക്കണം. ഇന്ന് ഫുൾ കള്ളപ്പണിയായിരുന്നു. ഞാൻ ഉണ്ടാക്കിയ കറികൾ എങ്ങനെ ഉണ്ട് അത് പറ. പരിപ്പുള്ള അതെന്നത്തെയും പുലസീരം വയ്ക്കണത്. കിച്ചടിയാ പച്ചടിയാ? എനിക്കിത് തിരിഞ്ഞു പോകും. അവിയൽ കൊള്ളാം കേട്ടാ. അവിയലും എരിയും. അവിയലും ചോറ് മാത്രം മതി കേസ്. അവിയല് ഞാൻ മുളകിട്ട കൂടിപ്പോയി. എരിയുണ്ട്. ഞാൻ അവിയലും പരിപ്പൊക്കെ ഞാൻ അടുപ്പിച്ചെടുത്ത് ഞാൻ ഒറ്റയ്ക്കുള്ളായിരുന്നു. അപ്പോഴും ഞാൻ വെപ്രാളത്തിൽ എല്ലാം കൂടെ ഒക്കെ അരിയിട്ട്. പക്ഷെ അവിയലും ചോറ് മാത്രം മതി. അടിപൊളി. ബാക്കിയെല്ലാം പിന്നെ അടുത്ത കറി എന്ന് പറഞ്ഞാല് ക്യാബേജ് തോരൻ. ക്യാബേജ് തോരയിൽ ഞാൻ ഉഴുന്നിട്ടിട്ടുണ്ട്. പൊന്നു ചെറിയൊരു സദ്യ വയ്ക്കുന്ന ആളായി മാറി. അല്ല, കുറച്ചും കൂടെ ഒക്കെ കറി ആവായിരുന്നു എന്ന് എനിക്ക് തോന്നണം. പക്ഷെ എനിക്ക് നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോഴ് ഓലൻ അങ്ങനെ എന്തൊക്കെയോ കറിയൊക്കെ ഇല്ലേ, അതൊക്കെ വെക്കണമെങ്കിൽ യൂട്യൂബിലെല്ലാം നോക്കി പഠിക്കാമല്ലോ. പിന്നെ കൂട്ടുകറി വെക്കും. നമുക്ക് അതൊക്കെ ഓണത്തിന് പിടിക്കാം. ഈ പറഞ്ഞ ഓണത്തിന് നമുക്ക്. അല്ല, വിഷുവിന് വേണ്ടേ? വിഷുവിന് സദ്യ ഉണ്ടാക്കും. പക്ഷെ നമുക്ക് ഓണത്തിന് എല്ലാം കൂടെ ചേർത്ത് അടിപൊളിയായിട്ട് സദ്യ ആക്കാം. കഴിഞ്ഞ ഓണത്തിന് ഞാൻ കഴിച്ചത് 4-5 മണി ഞാൻ കണ്ട സദ്യ കഴിച്ചത്. പപ്പടവും പരിപ്പും, പിന്നെ പൊന്നും ഉണ്ടാക്കിയ അവിയലും തോരനും, പിന്നെ കിച്ചടി. എനിക്ക് പക്ഷേ കിച്ചടിയല്ല, പച്ചടി. പച്ചടി അടിപൊളി. എനിക്ക് പക്ഷെ പച്ചടിയാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പൊ ഇതെന്താ കിച്ചടിയാ? ഇത് പച്ചടി, വെള്ള കിച്ചടി. അമ്മ ഓർമ്മയില്ലാതെ സമയം എടുത്തിട്ട് പോയാ? ഇല്ല, വെള്ളം. അമ്മയ്ക്ക് പായസം, മധുരം അങ്ങനെയൊക്കെ എന്തെങ്കിലും കൂടുതൽ കഴിക്കുക അങ്ങനെ വല്ല വന്നു കഴിഞ്ഞാൽ പിന്നെ ഓർമ്മ കാണില്ല. അമ്മയുടെ വിചാരം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ എവിടെയെന്നാണ് അമ്മ ചോദിച്ചു കിടക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ വീഡിയോയിൽ പല ആൾക്കാരും ചോദിക്കില്ല അമ്മയ്ക്ക് എന്താ അത് കൊടുക്കാത്തേ, അമ്മയ്ക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ കാണണം, നമ്മൾ അനുഭവിക്കണം. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് മുൻകൂട്ടി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇന്ന ആഹാരങ്ങൾ കൊടുക്കേ ചെയ്യരുത്. എത്ര നിങ്ങൾക്ക് സ്നേഹമാണെങ്കിൽ കൊടുത്തു കഴിഞ്ഞിട്ടുള്ളതിന് സ്വന്തമായിട്ട് നോക്കിക്കൊള്ളണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. എന്നുവെച്ചാൽ അമ്മ ഒരു രാത്രി 12 മണി കഴിഞ്ഞാൽ അമ്മയ്ക്ക് അറിഞ്ഞൂടെ എവിടെയാണെന്ന്. അമ്മ എണീച്ച് നടക്കും. പകലാണോ രാത്രിയാണോ എന്നറിയാത്ത രീതിയിൽ അമ്മ എണീച്ച് നടക്കും. നടന്നിട്ട് അമ്മ എന്നും പറയുന്നൊരു കാര്യമാണ് ആഹാരം വെക്കണം. എൻ്റെ അടുത്ത് പറയും എന്നെ കണ്ടില്ല എന്ന് പറയും എന്നോട്. ഈ ഇടയ്ക്കൊരു നമ്മൾ ഷോർട്സ് ഇട്ടല്ലോ അമ്മയ്ക്ക് മുട്ട കൊടുത്തില്ലെന്ന് പറഞ്ഞു ഒരാള് ഭയങ്കരമായിട്ട് വയലൻ്റ് ആയിട്ട് കമൻറ്റ് ഇട്ടാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം മുട്ടക്കറിയല്ല, തക്കാളി കറി ആയിരുന്നു. രണ്ടാമത്തത് ഞാനും ചേട്ടനും ജിമ്മിൽ പോകണുണ്ട്.
ചേട്ടന് ഡെയിലി മുട്ട കഴിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു മുട്ട കഴിക്കും. അതുകൊണ്ടാണ് നമ്മൾ മുട്ട അവിച്ചത്. ഇല്ലെങ്കിൽ നമ്മൾ മുട്ട അവിച്ച് തിന്നൂല. അങ്ങനെ ജിമ്മിൽ പോണതുകൊണ്ട് മാത്രമാണ്. പൊന്നൂന് പെട്ടെന്ന് തടി വെച്ച് കയറി. ഞാൻ ജിമ്മിൽ പോയിക്കൊണ്ടിരുന്ന പൊന്നൂന് പെട്ടെന്ന് തടി വെച്ച് കയറി. അപ്പം എന്തൊരു PCOD PCODയുടെ പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്നതും കൂടെ നല്ലതായിരിക്കാം. അങ്ങനെ ഞാൻ ഇപ്പം പൊന്നൂനെയും കൂടെ കൊണ്ടാണ് ജിമ്മിൽ പോകുന്നത്. അപ്പം അതുകൊണ്ടാണ് മുട്ട അതിൽ ആഡായത്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്താ മുട്ട. ഒന്നാമത്തെ കാര്യം, അമ്മയ്ക്ക് ഇത്രയും ഫാക്റ്റ് ഉള്ളത് കൊണ്ട് മുട്ട കൊടുത്തുകൂടാ. ഡോക്ടർ നമുക്കൊരു ഇത് തന്നിട്ടുണ്ട്, അമ്മയ്ക്ക് ഇന്ന ആഹാരമേ, കാപ്പി തന്നെ അമ്മയ്ക്ക് 2 ഇഡ്ഡലി മാക്സിമം, അതിൽ കൂടുതലൊന്നും കഴിച്ചുകൂടാ. പക്ഷെ നമുക്ക് അങ്ങനെ പറ്റൂലല്ലോ. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ 3 നമ്മൾ അല്ലാത്ത സമയത്തൊക്കെ അമ്മയ്ക്ക് നമ്മൾ കഴിക്കുന്ന പല ആഹാരങ്ങളും നമ്മൾ ഇച്ചിരി പോട്ട് എന്ന് വെച്ച് കൊടുക്കാറുണ്ട്. പക്ഷെ നിങ്ങളത് കാണാത്തതുകൊണ്ടാണ് ഓരോരുത്തരും ഓരോന്ന് പറയണം. പക്ഷെ ആ കമന്റ് ഞാൻ കുറെ ചിരിച്ചു കേട്ടോ. അവരുണ്ട് എന്ത് കൊടുത്തില്ല അമ്മയ്ക്ക് എന്താ മുട്ട കൊടുക്കാത്തേ. എനിക്ക് അതിൽ ചോദിച്ചത് എൻ്റെ അടുത്ത് അവര് പറയാം അമ്മയ്ക്ക് കൊടുത്തില്ല കഷ്ടം എന്ന രീതിയിലൊരു കമന്റ് വന്നു. ആ കഷ്ടം നമ്മൾ തന്നെ അനുഭവിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആ കഷ്ടം കഷ്ടമായിട്ട് തന്നെ അങ്ങ് വെച്ചത്. കാരണം അമ്മയ്ക്ക് എന്തൊക്കെ അസുഖമുണ്ട്, അമ്മ എന്തൊക്കെ ഗുളിക കഴിക്കണുണ്ട്, അമ്മയെ നോക്കുന്ന ഡോക്ടർ അമ്മയ്ക്ക് എന്തൊക്കെ ഫുഡ് കൊടുക്കണം എന്ന് വരെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമുക്കല്ലേ അറിയാവും. അമ്മയെ കൊണ്ട് വൈകിട്ട് അമ്പലത്തിൽ പോകണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇനിയിപ്പോൾ ഒരു കേക്ക് വാങ്ങിക്കണം. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തിരി നേരത്തെ ശകലം കുറച്ച് പായസം കൊടുത്ത് വൈകിട്ട് ഇനി അമ്പലത്തിൽ പോകാൻ വരുമോന്ന് തന്നെ അറിയില്ല. വന്നാൽ ഭാഗ്യം. എന്തായാലും കാരണം പായസം കൊടുത്തതുകൊണ്ട് ഇനി അമ്മ കുറച്ച് കഴിയുമ്പോൾ മൂഡ് ചേഞ്ച് ആവും. എന്തായാലും നമ്മൾ കഴിച്ചിട്ടില്ല. അങ്ങനെ ഇപ്പോൾ വൈകുന്നേരമായി ഗൈസ്. ഞാൻ ഇതിന് മുന്നേ ഞാനും അമ്മയും കൂടി ശാർക്കര പോയത് ഏതാണ്ട് കല്യാണത്തിന് മുന്നെയാണ്. അപ്പോൾ ഇപ്പോൾ പൊന്നു സെറ്റാക്കി അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ കാട്ടി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അമ്മ അന്നത്തെ അത്ര ആക്റ്റീവ് അല്ല. അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അമ്മയ്ക്ക്. അപ്പോൾ അതെന്തായാലും കാണും, നമ്മൾ ആ വീഡിയോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ അമ്മയെ ഒരുക്കിയത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അമ്മ എന്തിനു കരയരുത്. കണ്ടാ അമ്മ കണ്ടാ ചിരി. വീഡിയോയിൽ എല്ലാവരും നോക്കണ്. ഹായ് പറ. അമ്മ അങ്ങനെയാണ്. ഇപ്പോഴത്തെ ഈ ഒരു രോഗത്തിൻ്റെ പ്രശ്നമാണ് അമ്മ അങ്ങനെ കാണിക്കുന്നത്. പക്ഷേ അമ്മയുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? നമ്മളിത്തെ ഉത്സവത്തിന് അമ്മയുടെ ബർത്ത്ഡേക്ക് വാങ്ങിയ ഡ്രസ്സാണ് ഗൈസ്. അടിപൊളിയായിട്ടില്ലേ? നല്ല അടിപൊളി ഡ്രസ്സ്. അപ്പം ഞാൻ വേഗം പോയി പൊന്നൂൻ്റെ ഒന്ന് കാറ് വാങ്ങിയിട്ട് നമ്മൾ നേരെ ഇനി നമ്മുടെ പുത്തങ്ക അമ്പലത്തിലേക്ക് പോകുന്നതായിരിക്കും. ഞാൻ ഓടിപ്പോയിട്ട് വരാം. നമ്മളങ്ങനെ അമ്പലത്തിൽ പോവുകയാണ്. നമ്മൾ 4 പേരും കൂടെ, ഞാനും ഡബിൾ പൊന്നും അമ്മയും. ഡബിൾ പൊന്നും അല്ലേ അമ്മ? നമ്മളിന്ന് പോണത് പുത്തങ്ക അമ്പലത്തിലാണേ. അമ്മ അവസാനമായിട്ട് പുത്തങ്ക അമ്പലത്തിൽ പോയിട്ട് എത്ര വർഷമാവും? ഞാൻ എത്ര പഠിക്കുമ്പോഴാണ്? പണ്ട് ഞാനും അമ്മയും ചിന്നു എല്ലാവരും കൂടെ ചേർന്ന് മറ്റേ അമ്പലത്തിൽ എന്താ ലക്ഷാർച്ചനയ്ക്ക് പോകുമായിരുന്നു. പിന്നെ ഓർമ്മയുണ്ടോ? പൂരം കുളി നനഞ്ഞ് കുളിച്ച് അങ്ങനെ നമ്മളിതാ നടന്നു പോവുകയാണ് കേസ്. കുറച്ചു നേരം മുന്നേ ഇരുന്ന് കരയണ മുന്നേ വരണില്ല നോക്കളെ. അച്ഛൻ വരണില്ല. അമ്പലത്തിൽ പോകാനായിട്ട് ഞാനും അമ്മയും പിന്നെ ഡബിൾ പൊന്നും. ഭയങ്കര ചൂടുന്നു. ചുരിദാർ കൊള്ളാമോ പൊന്നു അമ്മയ്ക്ക് എടുത്ത? ഞാനും അമ്മയും മാച്ചിന് മഞ്ഞ് ഓണത്തിന് എടുക്കേണ്ടതായിരുന്നു. നമ്മൾ നേരെ ഇനി പുത്തങ്കാവിലോട്ട്. അമ്മയെ കൊണ്ട് ഇങ്ങനെ പോവാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ കൂടെ പോവാത്തത്. കാരണം വണ്ടിയില്ല, ഓട്ടോയിൽ എപ്പോഴും പോകുന്ന പാടായിരിക്കും. പിന്നെ ഇവരുടെ കാറ് വല്ലപ്പോഴൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് മാത്രമേ അമ്മയെ കൊണ്ട് ഇങ്ങനെ അമ്പലങ്ങളിൽ പോകാൻ പറ്റൂ, പുറത്തോട്ടാണെങ്കിലും. ഇന്നിപ്പോൾ അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് എന്തായാലും എങ്ങനെയെങ്കിലും കാറ് പൊന്നൂനെ പറഞ്ഞ് കാറെടുത്ത് നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോകാൻ വിചാരിച്ചത്. നമ്മൾ നേരത്തെ ഇറങ്ങിയതാണ്, പക്ഷേ ലേറ്റായി ഗെയ്സ്. ഇപ്പോൾ ഏതാണ്ട് 6:30 മണിയായി. ദീപാരാധന സമയമായി. നമുക്ക് ഓടി അമ്പലത്തിലേക്ക് പോവാം. അങ്ങനെ ഗെയ്സ് ഞങ്ങൾ
പുത്തങ്കാവ് അമ്പലത്തിൽ ഞാനും അമ്മയും പൊന്നുവും പിന്നെ പൊന്നുവും നമ്മൾ 4 പേരും കൂടെ അമ്പലത്തിൽ തൊഴുവാനായിട്ട് വന്നു. സമയം ഏതാണ്ട് ലേറ്റായി. നേരെ ഇനി അമ്പലത്തിലേക്ക് കയറണം. ബാ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. കുറേ വർഷമായി പുത്തങ്കാവ് അമ്പലത്തിൽ വന്നിട്ട്. അമ്മ എന്നിട്ട് എത്ര നാളാവും അമ്മ അറിയാമോ? എത്ര നാളാ ഇവിടെ വന്നിട്ട്? 6 വർഷം ഇല്ല. ദീപാരാധന സമയ ഗൈസ്. നമ്മൾ നേരെ അമ്പലത്തിലേക്ക് കയറിയിട്ട് വരാമേ. പറ്റും കാല് വെച്ചോട്ട്. പറ്റും. നമ്മൾ നല്ലോണം ഇരുട്ടി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അമ്മയെ കൊണ്ടുപോകാനും എല്ലാം പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോകാൻ കേസ്. ഇങ്ങോട്ട് പൊന്നുമാണ് ഇതിൻ്റെ പിറകിൽ. അവളെ നിന്ന് ഓടുകയാണ് പാവം. അപ്പോൾ നമുക്ക് നേരെ ഇനി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ അമ്മ വന്നപ്പോൾ? എങ്ങനെയുണ്ട്? അമ്മയെ തൊഴുതാ നല്ലോണം തൊഴുതാ? അമ്മ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ വന്നത് ഞാൻ എൻ്റെ കൊച്ചിലെയാണ്. ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴായിരിക്കും അമ്മ ഇവിടെ വന്നിട്ടുള്ളത്. അതിനുശേഷം ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. നമ്മൾ തൊട്ടടുത്തുള്ള അമ്പലമാണെങ്കിൽ കൂടിയും അമ്മയ്ക്ക് വരാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷമുണ്ട്. വാക്കുകളില്ലല്ലേ അമ്മ? അമ്മയ്ക്ക് അന്നത്തെ നമ്മൾ ശാർക്കര അമ്പലത്തിൽ പോയപ്പോൾ നിങ്ങൾ കണ്ടു കാണും. അതിൽ നിന്നും പാടാണ് ഇപ്പോഴ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഓർമ്മയുടെ നല്ല പ്രശ്നമുണ്ട്. നിൽക്കുന്ന സ്ഥലം അങ്ങനെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ, എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ആണ് ഞാൻ വീഡിയോയിൽ കൂടുതലും കാണിക്കാത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നേരെ വീട്ടിലോട്ട് പോവാം. അടുത്ത ബർത്ത്ഡേ ആയിട്ട് ഇന്നത്തെ പരിപാടി എന്തിനാണ്? അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് ഉച്ചയ്ക്ക് ആഹാരം കഴിച്ച്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്തിനാണ്? ഇനി അമ്പലത്തിൽ പോയി പിന്നെ എല്ലാ ദൈവങ്ങളെയൊക്കെ പോയി തൊഴണം. തൊഴുതല്ല, നമ്മള് തൊഴുത് കുറിയിട്ട് നെറ്റിയിൽ. ഇനി അടുത്ത പരിപാടി എന്തിനാണ്? ഇനിയുള്ള അമ്പലത്തിൽ പോയി തൊഴണം. അപ്പൊ ഇന്ന് വേറെ പരിപാടി ഇല്ലേ ബർത്ത്ഡേ ആയിട്ട്? ഇനി എന്തായാലും ഇനിയാണ് പരിപാടി ഉള്ളത്. ഇനി പരിപാടിക്കാണ് പൊന്നൊക്കെ വന്നത്. നമ്പർ 2 പൊന്നു, നമ്പർ 1 പൊന്നു, നമ്പർ 2 ഞാനും പൊന്നും കഷ്ടപ്പെട്ട് ഓടിപ്പോയി ഇപ്പൊ മേടിച്ചോണ്ട് വന്നു. പറയട്ടെ, കേക്ക് മേടിച്ചു. പായസം വെച്ചെടുക്കണം. കേക്ക് മേടിച്ച് പായസം വെച്ചെടുക്കണമെന്ന്. കേക്ക് വെച്ച് അങ്ങനെ പായസം എടുക്കും? അമ്മയ്ക്ക് അങ്ങനെ ഓർമ്മയുടെ പ്രശ്നമുള്ളതുകൊണ്ട് ഒരു കാര്യം ഓർമ്മയില്ല. അതാണ് വീഡിയോയിൽ നിന്നും വരാത്തത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അമ്മയും കൊണ്ട് എന്താണ് വീഡിയോയിൽ ഇപ്പം കാണിക്കാത്തത്, പൊന്നു വന്നത് കൊണ്ട് അമ്മയെ വീഡിയോയിൽ കാണിക്കാത്ത രീതിയിലാക്കിയോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അമ്മയെ കൊണ്ട് വരാത്ത മെയിൻ കാര്യം അമ്മ നേരത്തെ രീതിയിലല്ല. അപ്പം നമുക്കിനി നേരെ കേക്ക് കട്ട് ചെയ്യുന്ന ചടങ്ങിലേക്ക് പോവാം. ചടങ്ങാക്കിയത് വരി 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 ഓടി വരി. ഹാപ്പി എണീര്, കേക്ക് കട്ടിയിടാം. ഇതുകൊണ്ട് നോക്ക്. എന്തൊരു ഇരിക്കണേത്? അച്ഛാ എണീച്ച് വന്നാണ്. അച്ഛൻ പിന്നെ കിടത്തോണ് കേസ്. അച്ഛന് ചെവിയുടെ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് അച്ഛനെ ഒന്നും നിന്തത്തില്ല. ബാ എണീച്ച് വാ. കേക്ക് കട്ടിയ ഇതാര് കട്ട് ചെയ്യും? അച്ഛനാണോ കട്ടിയണ അമ്മയാണോ കട്ടിയണ? അപ്പൊ ആരെ ബർത്ത്ഡേ? ഒരാളെ ബർത്ത്ഡേ ഉള്ളു. ഹാപ്പി ബർത്ത്ഡേ അമ്മ. ഹാപ്പി ബർത്ത്ഡേ അമ്മ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതില് കത്തിയിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അച്ഛനോട് അച്ഛൻ കയ്യിൽ നിന്ന് എടുത്തോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മയ്ക്ക് കുറച്ച് കഴിക്കാവള്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ഇത് പൊന്നൂനോട്
പൊന്നുവിനോട് ഇങ്ങോട്ട് വാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് ചോദിക്കണം പൊന്നുവിനോട്. പൊന്നു ആ ഫോണങ്ങ് മേടിച്ചോ. വാ വാ ചോദിക്കട. ഈ പൊന്നുവാണ് ഇതിനെല്ലാം കാരണക്കാരി, ആവശ്യമില്ലാതെ. അപ്പൊ ആ കാരണക്കാരിക്ക് എന്നെ കൊടു. വാ 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 തറ. ഹാപ്പി ബർത്ത്ഡേ പൊന്നു. അല്ല അമ്മ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു പൊന്നു? പറ പറ. ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു പെണ്ണെ? മധുരമൊക്കെ കഴിച്ച് സൂപ്പറായിട്ട് ഇരി. പൊന്നുവിന്റെ അഭിപ്രായം എങ്ങനെയാണ് ബർത്ത്ഡേ കുറിച്ച്? വളരെ നല്ല അഭിപ്രായം. അപ്പൊ ഞാൻ വന്നിട്ടിപ്പോ 5-6 കൊല്ലമായി. ആദ്യമായിട്ടാണ് അമ്മേരെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണത്. അത് നമ്മളെ കല്യാണ ശേഷം ആദ്യമായിട്ട്. നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. അടുത്ത വർഷവും അതിൻ്റെ അടുത്ത വർഷവും ഇനി ഒരു 10 കൊല്ലം ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റട്ടെ. അപ്പൊ ഗൈസ്, ഞങ്ങളുടെ ഈ ദിവസം, ഈ അടിപൊളി അമ്മയുടെ പിറന്നാൾ ദിവസം നല്ല രീതിക്ക് ആഘോഷിച്ചു. എൻ്റെ ജന്മത്തിൽ എനിക്ക് ഓർമ്മയില്ല അമ്മയ്ക്ക് ഇങ്ങനെ ഞങ്ങൾ ആഘോഷിച്ചതായിട്ട്. ഉള്ളൊരു കുറച്ച് സദ്യയിൽ കുറച്ച് കറിയും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. എല്ലാം പൊന്നുവിൻ്റെ കൈപുണ്യത്തിൻ്റെ രീതി മാത്രമായിരുന്നു. ഞാൻ ആകെ അരിഞ്ഞു കൊടുത്തതേ ഉള്ളൂ. വൈകിട്ടായപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയ 2ാമത്തെ പൊന്നുകൂടി എത്തി. എന്തായാലും നമ്മൾ ഈ ഒരു ദിവസം അടിച്ചു പൊളിച്ചു. അച്ഛനെ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ വരത്തില്ല, അതാണ് എൻ്റെ മെയിൻ കാര്യം. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ ഒരു ദിവസത്തിൽ അമ്മയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാമല്ലേ പൊന്നു? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.